നമസ്കാരം. ഇന്ത്യ US വ്യാപാര കരാർ തീരുമാനമാകാതെ തുടരുന്നതിൽ പഴയ മുഴുവനും ഇന്ത്യക്കുമേൽ ചാരി രക്ഷപ്പെടുന്ന സമീപനമായിരുന്നു അമേരിക്ക സ്വീകരിച്ചത്. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ ഫോണിൽ ബന്ധപ്പെടാത്തത് കൊണ്ടാണ് കരാർ നീണ്ടുപോകുന്നു എന്നായിരുന്നു അമേരിക്കയുടെ ആരോപണം. എന്നാൽ അമേരിക്കയുടെ ഈ കള്ളത്തരങ്ങൾ ഇപ്പോൾ പൊളിഞ്ഞു വീഴ്ന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യക്കുമേലുള്ള ആരോപണം വെറും കള്ളത്തരമായിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ എന്നിവർക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള US സെനറ്റർമാരുടെ ഓഡിയോ ടേപ്പ് പുറത്തെത്തിയിരിക്കുകയാണ്. ടെക്സസിൽ നിന്നുമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി ടെഡ് ക്രൂസിന്റെ വാക്കുകളാണ് പുറത്തെത്തിയത്. ഏകദേശം 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഓഡിയോ ടേപ്പ് ഇന്ന് വൈറലാണ്. 2025 മധ്യത്തിൽ സ്വകാര്യ സംഭാവന ദാതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിൽ നിന്നുള്ളതാണ് ക്രൂസിന്റെ പരാമർശങ്ങൾ എന്നതാണ് വിവരം. ഓഡിയോയിൽ US താരിഫ് കേന്ദ്രീകൃതമായ വ്യാപാര നയത്തെ രൂക്ഷമായി വിമർശിക്കുകയാണ് ക്രൂസ്. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുമുള്ള എതിർപ്പ് ഇന്ത്യ US വ്യാപാര കരാറിന്റെ പുരോഗതിയെ തുടർച്ചയായി തടസ്സപ്പെടുത്തിയെന്നും ആരോപിക്കുന്നുണ്ട്. സ്വതന്ത്ര വ്യാപാര വക്താവായ റിപ്പബ്ലിക്കൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ക്രൂസ് കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വൈറ്റ് ഹൌസുമായി പോരാടിയെന്നും ഓഡിയോയിൽ അവകാശപ്പെടുന്നുണ്ട്. വ്യാപാര കരാർ നിലവിൽ വരാനുള്ള ശ്രമങ്ങൾക്ക് ട്രംപ് ഭരണകൂടത്തിൽ നിന്നുമുള്ള തടസ്സം സൃഷ്ടിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് നവാരോ, വാൻസ് ചിലപ്പോഴൊക്കെ പ്രസിഡന്റ് തന്നെയായിരുന്നു എന്നും ക്രൂസിന്റെ മറുപടി. ട്രംപിന്റെ താരിഫ് ചുമത്തൽ നയം US സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും ഗുരുതര രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നും ഓഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ട്രംപ് ഉയർത്തുന്ന തീരുവ ഭീഷണികൾക്കിടയിൽ യൂറോപ്യൻ യൂണിയനുമായി സഹകരിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക കരാറുകളിലൊന്നായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകും. ലോകത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1/4 വിഹിതം കൈകാര്യം ചെയ്യുന്ന കരാറിനെ എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ കൂടി സമവായത്തിലെത്താനുണ്ട് എന്നാണ് കരാർ ഒപ്പുവെക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു.